ഒരുമ്പറ്റിറങ്ങിയ ചില സ്ത്രീകൾക്കും അവരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ബ്ലാക്ക് മെയിൽ ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുള്ള ചില രാഷ്ട്രീയക്കാർക്കും മറ്റു രീതിയിൽ സ്ത്രീകളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പുരുഷന്മാരുടെ ബലഹീനതകളെ മുതലെടുത്തുകൊണ്ട് വ്യാപാരം നടത്തി ലാഭം കൊയ്യുന്ന ചിലർക്കും മുഖത്തടിയേറ്റ പോലെയുള്ള ഒരു വിധിയാണ് ഇപ്പോൾ നമ്മുടെ പരമോന്നത കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ കൂട്ടരുടെ പീഡനങ്ങൾക്ക്, ചൂഷണങ്ങൾക്ക്, ബ്ലാക്ക് മെയിലുകൾക്ക് ഇരയാക്കപ്പെട്ട ചില പുരുഷന്മാർക്കെങ്കിലും ഇത് വളരെ ആശ്വാസകരമായൊരു വിധിയാണ്. ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ നെടുംതൂണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജുഡീഷ്യറി പലപ്പോഴും നമ്മളെ നിരാശപ്പെടുത്താറുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ അതിൻ്റെ ആക്ടിവിസത്തിലൂടെ നമുക്ക് പ്രതീക്ഷ നൽകാറുമുണ്ട്. ഇപ്പോഴത്തെ ഈ വിധി അത്തരം പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച ചിലർക്ക് നിരാശ നൽകുന്നതാണെങ്കിലും നീതിബോധമുള്ള ചിലർക്കെങ്കിലും ഇത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഛത്തീസ്ഗഡിലെ അഭിഭാഷകയും വിവാഹിതയുമായ ഒരു സ്ത്രീ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. തന്നെ വിവാഹ വാഗ്ദാനം നൽകി ഒരാൾ പീഡിപ്പിച്ചു എന്നായിരുന്നു അവരുടെ പരാതി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി അതീവ നിർണായകമായ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് ഒരു വിവാഹിതയായ സ്ത്രീക്ക് മറ്റൊരു വിവാഹത്തിനുള്ള വാഗ്ദാനം നൽകുന്നത് നിയമവിധേയമല്ലെന്നും അതിൽ മയങ്ങി സ്വയം സമർപ്പിച്ച് പിന്നീട് അവരുമായി പിണക്കമാവുമ്പോൾ, അലോക്യത്തിലാവുമ്പോൾ അത് പീഡനമാണെന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുന്നതും ശരിയല്ല എന്നാണ് കോടതിയുടെ പ്രസ്താവത്തിൻ്റെ രത്നച്ചുരുക്കം. ഉഭയസമ്മതപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷം പിന്നീട് അതിലൊരു വ്യക്തിയോടുള്ള അഭിപ്രായ ഭിന്നതകളോ വേർപിരിയലുകളോ ഭിന്നിപ്പുകളോ സ്ത്രീക്ക് പീഡന പരാതി നൽകാനുള്ള ഒരു അവകാശം നൽകുന്നില്ല എന്നാണ് കോടതി പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇവിടെ വിവാഹിതയായ ഒരു സ്ത്രീയാണ് തനിക്കൊരാൾ വിവാഹ വാഗ്ദാനം നൽകിയെന്നും പീഡിപ്പിച്ചുവെന്നും അവരാധിപ്പെടുന്നത്. വിവാഹിതയായ ഒരു സ്ത്രീ എങ്ങനെയാണ് മറ്റൊരാളുടെ വിവാഹ വാഗ്ദാനം സ്വീകരിക്കുക? എങ്ങനെയാണ് അതിന് വിധേയപ്പെട്ട് അയാൾക്ക് വഴങ്ങിക്കൊടുക്കുക? എങ്ങനെയാണ് അത് പീഡനമാവുക, ബലാത്സംഗമാവുക? ഇതാണ് കോടതിയുടെ കൃത്യമായ വ്യക്തമായ അഭിപ്രായ പ്രകടനം. കോടതി എടുത്തു പറയുന്നുണ്ട് സ്ത്രീ സുരക്ഷ പരമപ്രധാനമാണെന്നും, എന്നാൽ അതേ സമയത്ത് അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ട നിയമങ്ങൾ സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നത് വ്യാപകമായിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. ഈ നിരീക്ഷണം, ഈ വിധി പ്രസ്താവം ഇത് ചെറിയ പ്രതീക്ഷയൊന്നുമല്ല. സ്ത്രീകളുടെ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമായി തങ്ങളുടെ സൽപ്പേരും തൊഴിലും മാനവും കുടുംബ ബന്ധങ്ങളും തകർന്നുപോയ പുരുഷന്മാർക്ക് ചെറിയ തോതിലൊന്നുമല്ല ഈ വിധി പ്രസ്താവം പ്രതീക്ഷ നൽകുന്നത്. എന്നിരുന്നാലും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട 2013 ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നത് ഇതുകൊണ്ടൊന്നും അവസാനിക്കുമെന്ന് കരുതാനാവില്ല. ഇനിയും പൊളിറ്റിക്കൽ പാർട്ടികളുടെയും ശക്തികളുടെയും പിൻബലത്തോടു കൂടി എല്ലാറ്റിനും തുനിഞ്ഞിറങ്ങിയ ചില സ്ത്രീകളെങ്കിലും ഇനിയും ഇത്തരം പരാതികളുമായി കോടതികളെ സമീപിച്ചെന്ന് വരാം. എങ്കിലും അത്തരം കോടതികളിലെ വിധി പ്രസ്താവങ്ങൾക്ക് സുപ്രീം കോടതിയെ ഈ വിധി ഒരു വ്യക്തമായൊരു നാഴികക്കല്ലായി മാറും. ഇത് എടുത്തു പറയാവുന്ന ഒരു നിർണായകമായ ഒരു വിധി പ്രസ്താവമായി അവയെ എല്ലാത്തിനെയും ഭാവിയിലെ ഇത്തരം കേസുകളിലെ വിധി പ്രസ്താവങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി മാറിയേക്കാം. ഈ കേസിനോടനുബന്ധിച്ച് കോടതി മറ്റു ചില നിരീക്ഷണങ്ങൾ കൂടി നടത്തുന്നുണ്ട്. ഓരോ പീഡന പരാതിയും അതിൻ്റെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ വേണം കൈകാര്യം ചെയ്യാൻ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്നും കോടതി പറയുന്നുണ്ട്. മാത്രമല്ല, ബ്ലാങ്കറ്റ് റൂൾ മൊത്തത്തിൽ ഒരു പരാതിക്ക് എല്ലായിടത്തും എല്ലാവർക്കും ഒരേ തരം വിധി പ്രസ്താവം സാധ്യമല്ല എന്നുകൂടി കോടതി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് പീഡനം എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സംസ്ഥാനത്തേതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി മുതൽക്ക് ഇങ്ങോട്ട് നമ്മുടെ സകലമാന ഗവൺമെൻറ് മെഷീനറികളും സടകുടഞ്ഞെഴുന്നേറ്റ് ആരോപണ വിധേയനായ വ്യക്തിയെ വിലങ്ങണിയിച്ച് ഓടിച്ചിട്ട് പിടിച്ച് വിലങ്ങണിയിച്ച് കാരാഗ്രഹത്തിൽ തള്ളുന്ന ആ രീതി അത്ര എളുപ്പത്തിൽ ഇനി നടക്കില്ല എന്ന് തന്നെ വേണം ഈ വിധി പ്രസ്താവത്തിൻ്റെ വെളിച്ചത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ കരുതാൻ. ഏതെങ്കിലും ഒരു സ്ത്രീ തനിക്ക് വിരോധമുള്ള
അത് വിവാഹിതയാവട്ടെ അവിവാഹിതയാകട്ടെ, അബദ്ധ സഞ്ചാരം നടത്തുന്നവൾ തന്നെ ആകട്ടെ, തനിക്ക് വിരോധമുള്ള ഒരു പുരുഷനെ ചൂണ്ടിക്കാട്ടി ഇയാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴേക്കും മറ്റെല്ലാവരും ഒറ്റക്കെട്ടായി ആ ആരോപണ വിധേയനെ അവന് ബലി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളത് വേദനാജനകമായ ഒരു അവസ്ഥ തന്നെയാണ്. ജനാധിപത്യത്തിലെ ഏക പ്രതീക്ഷ കോടതികളായിത്തീരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. പക്ഷേ ഇവിടെ കോടതികളെപ്പോലും നമ്മുടെ ഈ ജീർണാവസ്ഥ വിഴുങ്ങുന്നു എന്ന് വരുന്നത് വളരെയേറെ ഉത്കണ്ഠാജനകമാണ്. പക്ഷേ ഇത്തരം ചില നിർണായക വിധികളിലൂടെ നമ്മുടെ കോടതികൾ അതിൻ്റെ അന്തസ്സും അതിൻ്റെ ആഭിജാത്യവും അതിൻ്റെ നൈതിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്, ഈ കെട്ടകാലത്ത് പ്രത്യേകിച്ചും.